എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്നാണ് കേട്ടോ ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ ബ്ലഡ് സിസ്റ്റം, ബ്ലഡ് വെസൽസും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകും, പക്ഷെ നിങ്ങൾ ഒരുപാട് ടൈം എടുക്കാതെ കൺസെപ്റ്റ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നോക്കിക്കേ, സർക്കുലേറ്ററി സിസ്റ്റമാണ് നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ആരെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? ഹാർട്ടിനെ പറ്റിയാണ് അല്ലേ. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ടിനാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ബ്ലഡ് എങ്ങനെയാണ് ഇനി ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് വരുന്നതെന്ന് നോക്കാം. ഈ ബ്ലഡിൽ അതിന് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഡ്യൂട്ടീസ് ഉണ്ട്. ഒരുപാട് പേരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓക്സിജനെയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെയും. അത് റെസ്പിറേറ്ററി ഗ്യാസസ് എന്നാണ് ഇവരെ രണ്ടുപേരെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ബ്ലഡിനെ രണ്ട് രീതിയിലൊന്ന് പറയാം. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമുക്ക് പ്യുവർ ബ്ലഡ് എന്നും പറയാം, കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്ത ബ്ലഡിനെ നമുക്ക് ഇംപ്യുവർ ബ്ലഡ് എന്നും പറയാം. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് അഥവാ പ്യുവർ ബ്ലഡും ഉണ്ട്, അതുപോലെ തന്നെ ഇംപ്യുവർ ബ്ലഡ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, അപ്പോൾ ഓർഗൻസ് ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം ആരൊക്കെയാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്തതെന്ന് നമുക്കറിയാം. ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് അല്ലേ. ഹാർട്ട്, നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് ഏകദേശം ഒരു 300 ഗ്രാം ഭാരം വരുന്ന, ഒരു 300 ഗ്രാം ഒരു വെയിറ്റ് ഒക്കെ വരുന്ന ഒരു മസ്കുലാർ ഓർഗനാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഒരു 300 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു മസ്കുലാർ ഓർഗനാണ് ഹാർട്ട്. ഈ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റീസ് അല്ലേ, ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെസ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലഡ് പഠിച്ച സമയത്ത് നമ്മൾ ഓക്സിജനും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും ക്യാരി ചെയ്യുന്നത് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇനിയും ഹാർട്ടിൽ എങ്ങനെയാണ് ബ്ലഡ് എത്തുന്നത്, എങ്ങനെയാണ് അവർ പമ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഹാർട്ട് വേണം, പിന്നെ കൂടാതെ ഏത് വേണം, ബ്ലഡ് വേണം അല്ലേ. ടെക്നിക്കലി ബ്ലഡ് നമ്മളൊരു ഓർഗനായിട്ടല്ല പഠിക്കുന്നത്. ആക്ച്വലി ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരേണ്ടതെന്ന് വെച്ചാൽ ബ്ലഡാണ് ഇതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഓർഗൻസിൻ്റെ കൂട്ടത്തിൽ ബ്ലഡും കൂടി പറയുന്നുണ്ട്, അത് ഓർഗൻ അല്ല കേട്ടോ. ഇനി അടുത്തത് ബ്ലഡ് വെസൽസുകളോ. ബ്ലഡ് വെസൽസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ബ്ലഡ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. എന്താണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഓക്കെ അല്ലേ. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡ് പമ്പ് ചെയ്യുന്നത് വെസൽസുകളിലൂടെയാണ്, കുഴലുകളിലൂടെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ആണ്. പക്ഷേ എല്ലാവരുടെയും അങ്ങനെയല്ല അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളവരുണ്ട്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് കോർഡേറ്റുകളുടെ മെയിൻ ഫീച്ചറാണ്. നമ്മൾ അനിമൽ കിങ്ഡത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് വെസൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൾക്കാരാണ്. പിന്നെ ലിംഫാറ്റിക് സിസ്റ്റം, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. നമുക്കിത് നോക്കേണ്ട ആൾക്കാർ ഹാർട്ടും ബ്ലഡും ബ്ലഡ് വെസൽസുകളെയും പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനിയും ഹ്യൂമൻ ഹാർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏകദേശം ഒരു 300 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാവിറ്റി, ചെസ്റ്റിൻ്റെ ഇതിലാണ് ഒരു ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഹാർട്ട് ഇരിക്കുന്നത്. അതിലൊരു പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റീൻ്റെ പേരാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനുള്ള ഒരു ലെയറിനെ പറയുന്ന പേരാണ് മെനിഞ്ചസ് എന്ന് പറയും. നമ്മുടെ ലങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം, പ്ലൂറ എന്ന് പറയും. അപ്പോൾ നോക്കിക്കേ, പെരികാർഡിയമാണ് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് തരത്തിലുള്ള സർക്കുലേഷനെ എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒന്ന് പൾമണറി സർക്കുലേഷൻ, മറ്റേത് സിസ്റ്റമിക് സർക്കുലേഷൻ. എന്താണ് പൾമണറി സർക്കുലേഷനും എന്താണ് സിസ്റ്റമിക് സർക്കുലേഷനും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഹ്യൂമൻ ഹാർട്ടാണ് പമ്പ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ഈ പമ്പ് ചെയ്തിട്ട് ഈ ബ്ലഡിനെ നമുക്ക് എന്തായിട്ട് കിട്ടണം, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് ഓർഗൻസിന് കൊടുക്കണം
അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടന്ന് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ സെൽസുകളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഈ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് എങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് വരുന്ന ബ്ലഡ് നമ്മുടെ ബോഡിയിൽ അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പോൾ ഓക്സിജൻ മിക്സ് ചെയ്ത് വരുന്ന ബ്ലഡ് എന്ന് പറയുന്നതാണ് ഓക്സിജൻ. നമുക്കറിയാം ഈ ഒരു പ്രോസസ്സ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഓക്സിജനെ വരുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നടത്തുന്നത് ലങ്സിൽ വെച്ചിട്ടാണ്. റെസ്പിറേറ്ററി സിസ്റ്റമാണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. അങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ബ്ലഡിനെ പമ്പ് ചെയ്യിപ്പിക്കുന്ന ജോലി ആരുടേതാണ്? ഹാർട്ടിൻ്റെതാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വെസൽസിനെ നമ്മൾ പൾമണറി ചേർത്തിട്ടാണ് പറയുന്നത്. ഇവിടെ ഞാൻ പൾമണറി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് സർക്യൂട്ടാണത്? ലങ്സിലോട്ട് പോകുന്ന സർക്യൂട്ടാണ് പൾമണറി സർക്യൂട്ട്. മറ്റ് വെസൽസുകളെല്ലാം നമുക്ക് സിസ്റ്റമിക് സർക്യൂട്ടിനകത്താണ് വരുന്നത്. ഇനി ബ്ലഡ് വെസൽസുകളെ പറ്റിയാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. ഒരു ബേസിക് ഐഡിയ ഞാൻ ബ്ലഡ് വെസൽസുകളെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് വെസൽസുകൾ മെയിനായിട്ട് ആർട്ടറീസ് ഉണ്ട്, അതേപോലെ വെയിൻസ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള ക്യാപ്പിലറീസും ഉണ്ട്. നോക്കിക്കേ, ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, ചെറിയ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള ക്യാപ്പിലറീസ്. ഇവർ ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ബ്ലഡ് വെസൽസുകൾ ഉണ്ടാകുന്നത്. ആർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ്. ഓക്കെ അല്ലേ. ആർട്ടറീസ് പൊതുവെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ആർട്ടറീസ് ക്യാരി ചെയ്യുന്നതെങ്കിൽ വെയിൻസ് ക്യാരി ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് ഇംപ്യൂർ ബ്ലഡ് എന്ന് അറിയപ്പെടും. ഇംപ്യൂർ ബ്ലഡ് ഓക്കെ അല്ലേ. ക്യാപ്പിലറീസുകൾ ചെറിയ ബ്ലഡ് വെസൽസുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ബ്ലഡ് വെസലുകൾ. ആർട്ടറീസും വെയിൻസും. ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അത് ആർട്ടറീസും, മറ്റത് വെയിൻസ് ആയിരിക്കുമല്ലോ. ഇനി ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ നമ്മൾ പറയേണ്ടതായിരുന്നു. നമ്മുടെ ഈ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ? വില്യം ഹാർവി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ കാര്യം പഠിക്കുമ്പോഴും നമുക്കൊരു സയൻറ്റിസ്റ്റിനെ ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റം പഠിക്കുമ്പോൾ വില്യം ഹാർവിയെ ഓർത്തിട്ട് വേണേ പഠിക്കാൻ തുടങ്ങാൻ. അപ്പോൾ വില്യം ഹാർവിയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ആർട്ടറീസും വെയിൻസും ഉണ്ട്. ആർട്ടറീസ് പൊതുവെ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല കൊണ്ടുവരുന്നത്. ചില ആർട്ടറിക്ക് എന്താണ് ഓക്സിജൻ അല്ലാതെ ഡീഓക്സിജനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടറീസ് ഉണ്ട്. അപ്പം അത് എക്സെപ്ഷൻ അല്ലേ? അപ്പം നോക്കിക്കേ ഏത് ആർട്ടറിയാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോണം, പൾമണറി ആർട്ടറി. അതെവിടെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാം. പൾമണറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ആണ് ബ്ലഡ്. ഇനി പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. നോക്കിക്കേ, എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. എല്ലാ വെയിൻസും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ എക്സെപ്ഷൻ പൾമണറി വെയിൻ. ഇനിയും ഏറ്റവും വലിയ ആർട്ടറി, ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയാണ്. അപ്പോൾ ലാർജസ്റ്റ് വെയിൻ ഏതാടാ? ലാർജസ്റ്റ് വെയിൻ എന്ന് പറയുന്നത് വീനക്കാവയാണ്. നോക്കിക്കേ, അപ്പം ആർട്ടറിനെയും വെയിൻസിനെയും പറ്റി ഞാനൊരു ചെറിയ ഐഡിയ തന്നിട്ടുണ്ട്. ആർട്ടറി ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരും എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. വെയിൻസ് ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുവരും എക്സെപ്റ്റ് ആരാണ്? പൾമണറി വെയിൻസ്. ഏറ്റവും വലിയ ആർട്ടറി അയോട്ടയാണെങ്കിൽ ഏറ്റവും വലിയ വെയിൻ ഏതാണ്? വീനക്കാവയാണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു സാധനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആർട്ടറി എന്ന് കേട്ടാലും വെയിൻ എന്ന് കേട്ടാലും ഈ രണ്ട് കേസുകൾ ഞാൻ പറയുന്ന എക്സെപ്ഷൻസുകളും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഞാൻ നമ്മുടെ ഒരു ഹാർട്ട് എടുക്കാം. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എത്ര ചേമ്പറാണടാ? ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് ഏകദേശം 4 ചേമ്പറാണ് അല്ലേ? ഏകദേശം അല്ല, 4 ചേമ്പറാണ്. ഹ്യൂമൻ ഹാർട്ട് മാത്രമല്ല, നമ്മുടെ ബേർഡ്സിൻ്റെ ഹാർട്ടും 4 ചേമ്പറാണ്. അതേസമയത്ത് നമ്മുടെ ആംഫീബിയൻസിൻ്റെയും റെപ്റ്റീലിയൻസിൻ്റെയും എന്താണ് ഹാർട്ട്? അത് 3 ചേമ്പറാണ്. പക്ഷേ റെപ്റ്റീലിയൻസിൽ ഒരാളുടെ ഹാർട്ട് 4 ചേമ്പറാണ്. അതാരാണെന്ന് നിങ്ങൾ
മെൻഷൻ ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരാണ് കമൻറ്റ് ചെയ്യാം നമുക്ക്, ആരാണ് 4 ചേമ്പറുള്ള ഒരു റെപ്റ്റീലിയൻ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പറാണ്. ഈ പിക്ചർ കാണുമ്പം നല്ല കളർഫുൾ പിക്ചർ ആണെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ ഈ പിക്ചർ വെച്ചിട്ടല്ല കേട്ടോ പറയുന്നത്, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറയുകയാണ്. ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഹാർട്ടിന് 4 ചേമ്പറുകളുണ്ട്. ഇതൊരു ചേമ്പറാണ്. ഓക്കെ, ഇതൊരു ചേമ്പറാണ്. ഇത് 2ാമത്തെ ചേമ്പർ, ഇത് 3ാമത്തെ ചേമ്പർ, ഇത് 4ാമത്തെ ചേമ്പർ. മൊത്തം ഓക്കെ 1 2 3 4 ചേമ്പേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഹാർട്ടിന് എത്ര ചേമ്പറുണ്ട്? 4 ചേമ്പറുണ്ട്. നോക്കിക്കേ, ഇനി പൾമണറി സർക്യൂട്ട് എന്ന് പറയുമ്പം ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇത് നോക്കിക്കേ, ഇത് റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ആണ്. എന്താ ഇങ്ങനെ നിൽക്കാം, നിങ്ങളെയല്ലേ ഫേസ് ചെയ്തിരിക്കുന്നത്. ഇതേതാണ് ഇതെൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ്. ഇതെൻ്റെ റൈറ്റ് സൈഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൈറ്റ് ഹാർട്ട്. അപ്പോൾ ഹാർട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്. നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് പറയുന്നത്. ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡും. ഇതെന്താണ്? റൈറ്റ് ഹാർട്ടും ഇത് ലെഫ്റ്റ് ഹാർട്ടും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നോക്കിക്കേ, മുകളിലുള്ളത് ഏട്രിയം, താഴെയുള്ളത് വെൻട്രിക്കിൾ. ഇവിടെ എന്താണ്? റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് ലോവർ പാർട്ട് ഓഫ് ദി ബോഡി, ഇത് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി. ഓക്കെ അല്ലേ? അപ്പം ഞാനിത് ജസ്റ്റ് ഈ ഒരു പടം വെച്ചതേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടിയിട്ടുള്ള പടം ഇതല്ല. ഓക്കെ, നമ്മുടെ പടം നമ്മൾ വരയ്ക്കാം. ഇതാ നോക്കിക്കേ, വളരെ സിമ്പിളായിട്ടൊരു ഹാർട്ട്. ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇത് ഏതാ സൈഡ്? ഇത് റൈറ്റ് സൈഡാണ്. ഇത് റൈറ്റ് സൈഡാണ്. ഇതെന്താണ്? ലെഫ്റ്റ് സൈഡാണ്. ഇതെന്താ? ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഇപ്പോൾ ഈ ഹാർട്ട് എടുക്കുകയാണ്. ഈ ഹാർട്ടിൽ നോക്കിക്കേ, ഇത് ഏട്രിയം. ചേമ്പർ 4 ഉണ്ട്. 2 ഏട്രിയവും, അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതേ സാധനം തന്നെയാണ്. ഏട്രിയം 2, വെൻട്രിക്കിളും 2. ഇത് ഏട്രിയം, ഇതും ഏട്രിയം. ഇത് വെൻട്രിക്കിള്, ഇത് വെൻട്രിക്കിള്. ഇതേതാ? റൈറ്റ് ഏട്രിയം. അതുകൊണ്ട് ഞാൻ ഇവിടെ 6 കൂടി ഇട്ടേക്കുവാണ്. റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിള്. ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ഇവിടെ ഒരു വാൽവ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ബ്ലഡ് ഇവിടെ നിന്ന് അടുത്ത ചേമ്പറിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ബ്ലഡ് മുകളിലോട്ട് പോകാൻ പാടില്ല. അതിന് തടസ്സപ്പെടുത്തുന്ന ഒരു വാൽവ് ഇവിടെയുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു വാൽവിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള വാൽവിൻ്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്, ട്രൈകസ്പിഡ് വാൽവ്. ഇനി നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് എന്ന് പറയുന്നത് എന്താണ്? ബൈകസ്പിഡ് വാൽവ്. ഇങ്ങനെ ആലോചിക്കാം, റൈറ്റിൽ ട്രൈയും ലെഫ്റ്റിൽ ബൈയും. റൈറ്റിലൊരു 6 അവിടെ ട്രൈ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിൽ ട്രൈകസ്പിഡ് വാൽവും ലെഫ്റ്റ് സൈഡിൽ ബൈകസ്പിഡ് വാൽവ്. വാൽവിൻ്റെ കാര്യം പറഞ്ഞത് ക്ലിയർ ആണല്ലോ? വാൽവിൻ്റെ കാര്യം പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് സൈഡ്, ബൈകസ്പിഡ് ലെഫ്റ്റ് സൈഡ്. ഇത് നമ്മുടെ ഡിഫറെൻ്റ് ഓർഗനിൽ നിന്നും, അതായത് നമ്മുടെ താഴെ നിന്നുള്ള എല്ലാ ബോഡി പാർട്ടിൽ നിന്നും എന്ത് കൊണ്ടുവരുന്നതാണ്? ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വെയിൻ ആയിട്ടുള്ള വീനക്കാവയാണിത്. നോക്കിക്കേ, വീനക്കാവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവന്നിട്ട് ആർക്കാ കൊടുക്കുന്നത്? നമ്മുടെ റൈറ്റ് ഏട്രിയയിലോട്ടാണ് ആദ്യം കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. വീനക്കാവയിൽ നിന്നും ഇംപ്യൂർ ബ്ലഡ്, വീനക്കാവയിൽ നിന്നും ഇംപ്യൂർ ബ്ലഡ്. ഇതിന് കളർ മാറ്റാം. വീനക്കാവയിൽ നിന്നാ ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ട്രൈകസ്പിഡ് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ഇവിടെ ഒരു എന്തുണ്ട്? ഇവിടെ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് ലങ്സിലോട്ടാണ് പോകുന്നത്.
വേറൊരു വാൽവ് ഇങ്ങോട്ടും വരും, അത് ലങ്സിൽ നിന്നും വരുന്ന വാൽവാണ്. നോക്കിക്കേ, ഇത് ലങ്സിലോട്ട്, ഇത് പോകുന്നു, പുറത്തോട്ട് പോകുന്നതാണ്, ലങ്സിലോട്ട് പോകുന്നതാണ്. എവിടെ നിന്നും? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും. ലങ്സിൽ നിന്നും എങ്ങോട്ടാണ് വരുന്നത്? ലെഫ്റ്റ് ഏട്രിയയിലോട്ട്. ഓക്കെ, വരയ്ക്കുന്നത് കാണുമ്പോൾ ഒരു വൃത്തിയില്ലെന്ന് തോന്നുമെങ്കിലും കാര്യങ്ങൾ മാത്രം മനസ്സ് വെച്ചാൽ മതി കേട്ടോ. നോക്കിക്കേ, ഇനി നമുക്ക് ബ്ലഡ് വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, ആ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ ഇരിക്കുന്ന ബ്ലഡ് ദാ മുകളിലൂടെ നമ്മുടെ ഈ ഒരു സാധനം, ഇതിപ്പോൾ നമുക്ക് ഏത് ബ്ലഡാണ്? ഇത് ഏത് ബ്ലഡാണെടാ? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡായി. ഇത് നമ്മൾ പമ്പ് ചെയ്യുന്നേ ഉള്ളൂ, നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടില്ല. നോക്കിക്കേ, വീനക്കാവയിൽ നിന്നും ഓക്സിജൻ ഇല്ലാതെ വരുന്ന ബ്ലഡാണ് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ട് വന്നിട്ട് ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലോട്ട് പോയിട്ട് ലങ്സിലോട്ട് പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. ഈ ആർട്ടറിയാണ് പൾമണറി ആർട്ടറി എന്നറിയപ്പെടുന്നത്. എന്താണ്? പൾമണറി ആർട്ടറി. ലങ്സിലോട്ട് പോകുന്ന ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആർട്ടറിയിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. അപ്പോൾ അതിങ്ങനെ കൊണ്ടുപോയി ലങ്സിൽ നിന്നും ഓക്സിജനേറ്റ് ചെയ്തിട്ട്, അതായത് എക്സ്ചേഞ്ച് ചെയ്തു, ഗ്യാസിനെ എക്സ്ചേഞ്ച് ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളയിൽ നിന്നും പുറത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഓക്സിജനെ ഇങ്ങോട്ട് മേടിച്ചു, തിരിച്ച് ലങ്സിൽ നിന്നും ഇങ്ങോട്ട് വരുവാണ്. ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും പിന്നീട് അത് എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ഇതാണ് അയോട്ട. അയോട്ട. ഇവിടെ നിന്ന് ഈ ബ്ലഡ് അയോട്ട വഴി നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ബേസിക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഞാനാണെങ്കിൽ ഈ വരച്ച ഫിഗറിനെ ഞാൻ എന്താണ് ഒരു സെൻറ്റൻസ് ആക്കി പറയാണ്. സെൻറ്റൻസ് ആക്കി പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എന്താണ് ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു സെൻറ്റൻസ് ആക്കി പറയാണ്. ബ്ലഡ് ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വീനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിൽ എത്തുകയും റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലോട്ട് അത് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമണറി ആർട്ടറി ലങ്സിൽ കൊണ്ടുപോയിട്ട് പ്യൂരിഫൈ ചെയ്യുന്നു. ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്, നോക്കിക്കേ, ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി, ഇത് പൾമണറി വെയിൻ ആണ്, പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരികയും ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരികയും ദെൻ അത് അയോട്ട വഴി ഡിഫറെൻറ്റ് പാർട്സിലോട്ട് പോവുകയും ചെയ്യുന്നു. ഈ ഒരു സർക്കുലേഷൻ ഉണ്ടല്ലോ അപ്പർ സൈഡിൽ കാണുന്നത്, അതായത് ലങ്സിലോട്ടുള്ളത്, അത് പൾമണറി സർക്യൂട്ട്. താഴെ ബോഡിയിൽ നിന്നും ഈ വീനക്കാവയും അയോട്ടയും ഒക്കെ ഉൾപ്പെടുന്ന സർക്യൂട്ടാണ്, അത് സിസ്റ്റമിക് സർക്യൂട്ട് അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും. ഈ രണ്ട് സർക്കുലേഷനും ചേർന്ന് നമുക്ക് ഡബിൾ സർക്കുലേഷനാണ്. എന്താണ്? ഡബിൾ സർക്കുലേഷനാണ് എവിടെ നടക്കുന്നത്? ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഫിഗർ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി ഞാൻ അതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഫ്ലോ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഞാൻ ഒരു ടാസ്ക് ചെയ്തായിരുന്നു. ഈ ഒരു ഫ്ലോ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഞാനത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി ഞാനൊന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതി തരാം. ഞാനൊരു ഫ്ലോ ചാർട്ട് പോലെ ഇത് എഴുതി തരാം. ഓക്കെ, ഇത് ഫ്ലോ ചാർട്ടായിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നറിയാമോ? ആദ്യം വീനക്കാവ. വീനക്കാവ വീനക്കാവ കൊണ്ടുവരുന്ന ബ്ലഡ് എന്താണ്? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? റൈറ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ഇതെങ്ങോട്ട് പോകുന്നു? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ഇവിടെ ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ട്. ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ട്. ഇവിടെ നിന്നും പൾമണറി ആർട്ടറി വഴി ലങ്സിലോട്ട് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട്
പൾമണറി വെയിൻ, അവിടെ നിന്ന് ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട. ഇവിടെ ഒരു ബൈക്കസ്പിഡ് വാൽവ് ഉണ്ട്, ഒരു ബൈക്കസ്പിഡ് വാൽവ് ഉണ്ട്. ഇതാണ് നമ്മുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വീനക്കാവ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, പൾമണറി ആർട്ടറി. എന്താ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെയോ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇത് വൃത്തിയായിട്ട് നിങ്ങളൊരു നോട്ടിനകത്ത് ഒരു പ്രാവശ്യം ഒന്ന് എഴുതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ അയോട്ട വഴി ഇത് പോകും. ബോഡിയുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ടാണ് പോകുന്നത്. ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. നോക്കിക്കേ, ഡബിൾ സർക്കുലേഷൻ ആണ്. അതായത് നമ്മുടെ ഡബിൾ സർക്കുലേഷനിൽ സിസ്റ്റമിക്കും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പൾമണറി സർക്കുലേഷനും ഉണ്ട്. ഈ ഒരു പ്രാവശ്യം ഒരു ഹാർട്ടിൽ കൂടി 2 പ്രാവശ്യം ഒരേ ടൈപ്പ് ഓഫ് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട്, പമ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഒരു സൈക്കിളിൽ 70 ml ഓഫ് ബ്ലഡാണ് ഇങ്ങനെ പമ്പ് ചെയ്ത് പോകുന്നത്. ഏകദേശം ഒരു മിനിറ്റിൽ ഇത് ഏകദേശം എത്ര ലിറ്റർ ഓഫ് ബ്ലഡ് ആയിരിക്കും വരുന്നത്? ഒരു 5 ലിറ്റർ ഓഫ് ബ്ലഡിനെയോളം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പമ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് സർക്കുലേറ്ററി സിസ്റ്റത്തുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ബ്ലഡിനെ എങ്ങോട്ടാണ്? ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവരുന്നത് ആരാണ്? അല്ലെങ്കിൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും, നോക്കിക്കേ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സിലോട്ട് നമ്മുടെ ബ്ലഡിനെ കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ഏതാ? ഇങ്ങനെയൊക്കെ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ആലോചിച്ചില്ലെങ്കിൽ നമ്മുടെ ആ ഹാർട്ട് ഇട്ട പടം വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ആൻസർ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഈ ഒരു സെക്ഷനിൽ നിന്നും, ഈ ഒരു ചാർട്ടിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ബ്ലഡ് വെസൽസുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഇനി നമ്മൾ കൺഫ്യൂഷൻ ആവില്ല. ഈ ഒരു സിസ്റ്റം മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇതേപോലെ പെട്ടെന്ന്, അതായത് നമുക്ക് വളരെ കൺഫ്യൂസിങ് ആവുന്ന കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.